ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം ബീഫ് കൊണ്ടുള്ള ഒരു കറിയാണ്. അതിൻ്റെ പേര് ബീഫ് മീൻതാൾ എന്നാണ്. അതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് അതിലെ അഴുക്കും ബ്ലഡൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പ പാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ടൈമിൽ അതിൻ്റെ വെള്ളമെല്ലാം ഊറി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, വിനാഗിരി, നല്ല ശുദ്ധമായ വിനാഗിരി തന്നെ ഇതിന് ഉപയോഗിക്കണം. ഇത് പാകം ചെയ്യുന്നതിനായി ഞാനൊരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. കാരണം ബീഫിന് നല്ല വേവ് ഉള്ളത് കൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ ഇത് പാകം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാ ബീഫ് കറി വെക്കുന്നത് പോലെയല്ല, മസാലപ്പൊടി കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു നേരിയ രീതിയിലാണ് മസാലപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നന്നായി മിക്സിയിൽ അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയത് അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ഉപ്പ് നമുക്ക് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ബീഫ് കറി വെക്കുന്ന പോലെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ ഇതിനകത്ത് 3 പച്ചമുളകാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിവിടെ മുഴുവനോടെ ചേർക്കുന്നു. പിന്നെ നമ്മളിവിടെ 2 വലിയ സവാളയാണ് ഇതിനായിട്ട് എടുത്തു വെച്ചിരുന്നത്. അത് പൊടിയായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിനകത്തെ മുഴുവനായിട്ട് ചേർക്കേണ്ടതാണ്. ഇനി നമ്മളിതിലേക്ക് ഇറച്ചിക്കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നൊരു കാര്യം, ഒരു ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കുക. അത് അമിതമാകരുത്. അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ബീഫിന് തക്കാളിയൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ അതിന് പകരമായിട്ട് ലേശം, ഒത്തിരി ചേർക്കണ്ട, ലേശം ചേർത്ത് കൊടുക്കുക. അത് രുചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അതിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതായത് ആ മസാലപ്പൊടിയുടെയും വിനാഗിരിയുടെയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെയും ഒക്കെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് വേകണമെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇത് പാകമായി വരുമ്പോൾ നല്ല കുറുകുന്ന
ഒരു പരുവത്തിലായിരിക്കണം ഇത് കിട്ടേണ്ടത് നമുക്ക്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ശരിയായിട്ടില്ല. ഞാൻ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇറച്ചിയുടെ മീതെ വെള്ളം നിൽക്കത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണം. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വയ്ക്കുന്നു. അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ച് ഇത് 3-4 വിസിൽ വരുന്നിടം വരെ നന്നായിട്ടിത് വേവിക്കണം. ഇപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നു. ബീഫിന് സാധാരണ നല്ല വേവുള്ളതുകൊണ്ട് 3-4 വിസിൽ കേട്ടതിന് ശേഷം ഇത് നമുക്ക് നോക്കാം. അപ്പോൾ അത് പാകമായോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് മീൻതാൾ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കുന്ന ഒരു ജോലി കൂടിയേ ഉള്ളൂ. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് ചൂടോടുകൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിനും നന്നായിട്ട് കഴിക്കാവുന്ന ഒരു വിഭവമാണ് ബീഫ് മീൻതാൾ കറി. 3 തണ്ട് കറിവേപ്പില നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. അതിൻ്റെ പുറമേ ഇടുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ബീഫിന് നല്ല നെയ്മയം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം വെളിച്ചെണ്ണ ചേർക്കണ്ട. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്.